സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുത്ത അന്വേഷണ സംഘം ശബരിമലയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണെന്നും നിരവധി തവണ വീട്ടിൽ വന്ന് പോറ്റിയുടെ തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ജയറാം മൊഴി നൽകി. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് SIT തീരുമാനം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, തുടർച്ചയായി പതിറ്റാണ്ടുകളായി ശബരിമലയിൽ ദർശനം നടത്തുന്നയാളാണ് നടൻ ജയറാം. അവിടെ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്തത്. പിന്നീട് ഇയാളുടെ തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നാണ് ജയറാം നൽകിയിരിക്കുന്ന മൊഴി. എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ജയറാമിൽ നിന്നും ചോദിച്ചറിഞ്ഞത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏത് തരത്തിലുള്ള സൗഹൃദമാണ് നടൻ ജയറാമിന് ഉണ്ടായിരുന്നത് എന്നറിയാൻ നേരത്തെ തന്നെ SIT ജയറാമിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. പക്ഷേ അന്ന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചില പരിശോധനകളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന നടപടികളിലേക്കുമൊക്കെ പ്രത്യേക അന്വേഷണങ്ങൾ കടന്നിരുന്നു. പക്ഷേ അതിൽ ചില പൊരുത്തക്കേടുകൾ വന്നതോടെയാണ് വീണ്ടും ചെന്നൈയിലുള്ള ജയറാമിൻ്റെ വസതിയിലെത്തി വിശദമായി ഈ കാര്യങ്ങൾ വീണ്ടും ചോദിച്ചറിയുന്ന സാഹചര്യമുണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ച് തുടങ്ങിയ ഒരു പരിചയമാണ്, സൗഹൃദമാണ്, വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ വസതിയിൽ വന്നിട്ടുണ്ട്. താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ചെന്നൈയിൽ ചില പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഗോവർദ്ധനുമായിട്ടുള്ള സൗഹൃദം എന്തായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് നടൻ ജയറാം വെളിപ്പെടുത്തിയതായിട്ടാണ് വിവരം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനൊരു തട്ടിപ്പിൻ്റെ ഭാഗമായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നിന്ന് നടത്തിയിരുന്നു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും, ഒരു സൂചനകളും തനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു അയ്യപ്പ ഭക്തനായി മാത്രമാണ് പോറ്റിയെ കരുതിയത്. അതിനപ്പുറത്തേക്ക് ഒരു തട്ടിപ്പ് ശൃംഖലയുടെ കണ്ണിയാണ് അദ്ദേഹം എന്ന് അറിയത്തില്ലായിരുന്നുവെന്ന മൊഴിയാണ് ജയറാമിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. അതേസമയം ജയറാമിൻ്റെ വീട്ടിൽ പൂജ നടന്ന ദിവസത്തെക്കുറിച്ചും സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടന്ന ദിവസത്തെക്കുറിച്ചും നേരത്തെ ജയറാം നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് ഇത് രണ്ടും ഒരേ ദിവസമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഈ പൂജ നടന്നതും ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് ഈ ശബരിമലയിൽ നിന്ന് എത്തിച്ച ദ്വാരപാലക ശില്പം അല്ലെങ്കിൽ പാളികൾ ഉപയോഗിച്ച് അവിടെ പൂജ നടത്തിയത് എന്നതായിരുന്നു നേരത്തെ നൽകിയിരുന്ന മൊഴി. പക്ഷേ അങ്ങനെയല്ല, ഇത് രണ്ടും രണ്ട് സമയങ്ങളിൽ മാസങ്ങളുടെ ഇടവേളകളിലാണ് ഈ പൂജകൾ നടന്നിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത് എന്ന കാര്യമൊക്കെ ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജയറാമിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ ജയറാമിനെ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാക്കി മാറ്റാനുള്ളൊരു നീക്കമാണ് നടത്തുന്നത്. അതായത് സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ശബരിമലയിലേക്ക് പോകും വഴി ജയറാമിൻ്റെ ചെന്നൈയിലുള്ള വീട്ടിലെത്തിച്ച് അവിടെ പൂജ നടത്തിയെന്നാണ് മൊഴി. അതുമായി ബന്ധപ്പെട്ടാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. അതായത് ഇത് ഉരുക്കി മാറ്റിയ ശേഷമാണ് അവിടേക്ക് എത്തിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് ജയറാമിന് അറിയാമായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണമാണ് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൊഴിയെടുക്കുന്ന നടപടികളിലേക്കൊക്കെ SIT കടന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ ജയറാമിനെ സാക്ഷിയാക്കാനാണ് തീരുമാനം. അതോടൊപ്പം ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള ഇടക്കാല റിപ്പോർട്ടിനെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ജയറാമിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുമൊക്കെ SIT ഹൈക്കോടതിയെ ധരിപ്പിക്കും. നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് 90 ദിവസം അന്വേഷണം തുടങ്ങി 90 ദിവസം പൂർത്തിയായ പശ്ചാത്തലത്തിൽ പൂജ നടത്തുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ചത്, അവിടെ എത്തിച്ചതാണോ? മാത്രമല്ല ഗോവർദ്ധനുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതേക്കുറിച്ച് എന്താണ് ജയറാം നൽകിയിരിക്കുന്ന മൊഴി? അങ്ങനെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. പക്ഷേ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിലേക്ക് താൻ തുടർച്ചയായി 40-40 വർഷമായി ശബരിമലയിൽ ദർശനം നടത്തുന്ന ഒരാളാണ്. എല്ലാ വർഷവും പോകാറുണ്ട് മണ്ഡലകാലത്ത്. അങ്ങനെ ശബരിമലയിൽ എത്തിയപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ മുതൽ വളരെ അടുത്ത ഒരു സൗഹൃദം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുണ്ട്. അയ്യപ്പ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങിയത്. തുടർന്ന് സ്വപ്നത്തിൽ ജയറാം ഒരു പൂജ ചെയ്യുന്നതായി കണ്ടു എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനോട് പറഞ്ഞതനുസരിച്ചാണ് താനൊരു നിയോഗം പോലെ ഈ പൂജകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയത് എന്നാണ് ജയറാം തന്നെ നേരത്തെ പരസ്യമായി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം. അതുതന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരത്തെ അദ്ദേഹം ആവർത്തിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പൂജകൾ നടത്തിയ ദിവസം സമയം സംബന്ധിച്ച് ജയറാം അന്വേഷണ സംഘത്തിന് നേരത്തെ നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ വന്നതോടെയാണ് അത് വിശദമായി ചോദിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ വീണ്ടും കഴിഞ്ഞ ദിവസം വിശദമായ മൊഴിയെടുക്കൽ നടന്നിരിക്കുന്നത്. കൃത്യമായി ജയറാം നൽകിയിരിക്കുന്ന മൊഴി ഗോവർദ്ധനുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായൊക്കെ ശബരിമലയിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം,
അത് ആ ബന്ധം വളരെ ദൃഢമാകുന്ന സാഹചര്യം. പിന്നീട് ഈ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി എത്തിക്കുന്ന വഴിക്ക് പൂജകൾ നടത്താനായി ചെന്നൈയിലെ വസതിയിലേക്ക് എത്തിക്കുകയെന്ന് അതിനെ ഒരു ഭാഗ്യമായിട്ടാണ് താൻ കരുതിയത്. അതിനപ്പുറത്തേക്ക് അതിൽ ഇങ്ങനെ ഒരു ചതി ഒളിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് അറിയത്തില്ലായിരുന്നു എന്ന തരത്തിലാണ് ജയറാം നൽകിയിരിക്കുന്ന മൊഴി എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഈ മൊഴിയിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് SIT നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളിൽ വ്യക്തത കൈവരണമെങ്കിൽ തീർച്ചയായും ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമേ അതിൽ നമുക്കൊരു കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഒരുപക്ഷേ ഡാൻ, എന്തായിരിക്കും ഇനി SITയുടെ നീക്കമെന്നറിയണം. കാരണം ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, ഇതുവരെയും കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ, ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഓരോ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തതിന് സ്വാഭാവിക ജാമ്യം ലഭിച്ച് ഓരോ പ്രതികളും പുറത്തിറങ്ങുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായിരിക്കും ഇനി SITയുടെ നീക്കം? കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവിക ജാമ്യം തേടി മറ്റ് പ്രതികളും കോടതിയെ സമീപിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ജാമ്യം അനുവദിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉപാധികളോടെ, വലിയ കർശനമായ ഉപാധികളോടെ തന്നെയായിരിക്കും ജാമ്യം ലഭിക്കുക. അതേസമയം അത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയാകും. അതേസമയം ഇതിൽ നിർണായകമായി മാറാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തരമായി നടത്തുന്ന അന്വേഷണമാണ്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം വ്യാപകമായ റെയ്ഡ് നടന്നത്. ആ റെയ്ഡിൽ കണ്ടെത്തിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ പോറ്റിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയ സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ED ഈ കേസിലെ മറ്റ് പ്രതികളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുകയോ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയോ ഒക്കെ ചെയ്താൽ അത് SITക്ക് മുമ്പിൽ വലിയ സമ്മർദ്ദമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ SIT ഒരു വശത്ത് ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ അന്വേഷണത്തിലെ കണ്ടെത്തലുകളൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവരെ ഇത്രയും നാൾ തടവിൽ പാർപ്പിക്കുന്ന തരത്തിലേക്ക് നിയമപരമായി അവരെ കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും അതിനൊരു നിയമസാധുത കൈവരണമെങ്കിൽ അവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാപരമാണ് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ വെല്ലുവിളി നിലനിൽക്കുന്നത്. അവിടെയാണ് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതാണ് കോടതിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നത്. അതിനിടയിലാണ് ED ഇനി ഏത് തുടർ നീക്കങ്ങൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തുമെന്ന ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് പിന്നാലെ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമായി മാറും. അതോടൊപ്പം രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി അതിനെ ഉപയോഗിക്കുകയാണ് എന്ന വിമർശനം ഉന്നയിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഈ കേസിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.